ഹലോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കാറിൽ കയറ്റിയിട്ടിട്ട് നമ്മൾ പോകുന്ന ധൻവീൻ്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് കേട്ടോ. പോകുന്ന വഴിക്ക് യൂണിക്കോണിൽ കയറാനുണ്ടായിനെ ദമ്പീൻ്റെ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ദമ്പീൻ്റെ പിറന്നാളിൻ്റെ കേക്ക് കേട്ടോ. ഓള് പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതാണേ. അങ്ങനെ അതും വാങ്ങിയിട്ട് നേരെ നമ്മൾ ജുജുവിലേക്കാണ് വിട്ടിന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പിറന്നാൾ കുഞ്ഞി. ഫുള്ള് ബ്ലാക്ക് ഡ്രസ്സിന് മയങ്ങി നിൽക്കുന്നുണ്ട് ആൾ. അങ്ങനെ നമ്മളെ കേക്ക് മുറിക്കൽ ചടങ്ങാണ് ആദ്യം ഉണ്ടായിനി. നമ്മളെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം മുറിച്ചിട്ട് പിള്ളേഴ്സിന് എല്ലാത്തിനും ഫുഡ് കഴിക്കാൻ ഇരുത്തിയേ. നമ്മളെ മിത്താലി കുഞ്ഞെല്ലാം ഉണ്ടായിനെ. അങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തിട്ട് അവരൊരു സൈഡിലാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തിന്നാൻ വേണ്ടി തുടങ്ങിനി. ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ കഴിച്ചാലേ എനക്കൊരു തൃപ്തി വരുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ സമാധാനത്തോടെ തിന്നാൻ വേണ്ടിയിട്ടാണ് പിള്ളേരെല്ലാവരും വേഗം ആദ്യം കൊടുത്ത് സൈഡാക്കിനി. എനക്കെന്തോ ബിരിയാണി എത്ര തിന്നാലും മടുക്കയില്ല കേട്ടോ. അങ്ങനെ നല്ല വൃത്തി ആസ്വദിച്ച് ബിരിയാണിയെല്ലാം തിന്നു കഴിഞ്ഞാൽ എനക്കൊരു ലൈം ടീ വേണം കേട്ടോ. അങ്ങനെ ഞാനൊരു ലൈം ടീ ഒക്കെ ഓർഡർ ചെയ്തേ. പഞ്ചസാരയും പൊട്ടിച്ചൊടിച്ചിട്ട് അങ്ങനെ അലക്കി പിടിച്ച് ഞാനൊരു പിടി പിടിച്ചു ലൈം ടീ എല്ലാം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പോകാനുള്ള വിളി വന്നു കേട്ടോ. അങ്ങനെ നേരെ പിള്ളേർ പാർക്കിൽ കളിക്കുന്നുണ്ടായിന്. അവരെയും കൂട്ടി പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയേ. അപ്പോൾ ഇന്ന് അത്രത്തേക്കേ ഉള്ളൂ. ബായ്.